വെൽക്കം ബാക്ക്. TVK തമിഴൊക്കെ വെട്രിക്കഴകം. ഇന്ന് നമ്മൾ അതിനെ പറ്റിയാണ് നോക്കുന്നത്. ബിക്കോസ് ഇത് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, എന്താണ് പാർട്ടി അങ്ങനത്തെ ഒന്നുമല്ല. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ആന്തം, ഫ്ലാഗ് ആന്തം പുറത്ത് വന്നിട്ടുണ്ട്, ഫ്ലാഗ് ആന്തം വന്നിട്ടുണ്ട്. സോ നമ്മളിന്ന് അതാണ് റിയാക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയില്ല, എന്ത് പാർട്ടീനെ പറ്റി ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഫ്ലാഗ് ഇതാണ്. ഈ ഫ്ലാഗിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് എന്തായാലും നമുക്ക് ഫ്ലാഗ് എന്താണെന്ന് അറിയണം. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ തളപതിയുടെ പാർട്ടി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് അന്വേഷിക്കുന്നത്. ബിക്കോസ് എനിക്ക് പാർട്ടി താല്പര്യമുള്ള ഒരാളല്ല, പൊളിറ്റിക്സും വലിയ താല്പര്യമില്ല. സോ അതുകൊണ്ട് തളപതി ഉണ്ട് അല്ലെങ്കിൽ തളപതി ചെയ്യുന്നതാണ് എന്നൊരു റീസൺ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഫ്ലാഗിനെ പറ്റി ഇപ്പോൾ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഗൈസ്, നോയ്സ് പുറത്തുനിന്ന് കുറച്ച് നിങ്ങൾക്ക് ഉണ്ടാവും. കുറച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ പറയണം. ബിക്കോസ് ഇവിടെ പണി നടക്കുവാണെങ്കിൽ കുറച്ച് നാളും കൂടി പണി കാണുമെന്ന് തോന്നുന്നുണ്ട്. സോ അതിൻ്റെ നല്ല ബഹളമുണ്ട്. അപ്പോൾ എനിക്ക് എത്ര അടച്ചു കൂട്ടിയിട്ട് അതിൻ്റെ ശബ്ദം നന്നായിട്ട് കേൾക്കുന്നുണ്ട്. ഐ എം സോറി ഫോർ ദാറ്റ്. സോ അതുപോലെ തന്നെ ഗൈസ്, എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ചാനൽ മാത്രമല്ല, എനിക്ക് വേറൊരു ചാനലുണ്ട്, നിങ്ങൾക്ക് അറിയാം. ഞാനത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളവരെന്തായാലും അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഫസ്റ്റ് ഫ്ലാഗിനെ പറ്റി പറഞ്ഞിട്ട് റിയാക്ഷൻ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഫ്ലാഗിനെ പറ്റി പറയുകയാണെങ്കിൽ, ഫ്ലാഗ് റെഡ് ആൻഡ് യെല്ലോയിൽ 2 എലിഫൻസ്, അതായത് വാർ എലിഫൻസ് ആണ് നിൽക്കുന്നത്. അത് സിംബലൈസ് ചെയ്യുന്നത് പീപ്പിൾസ് ഫോഴ്സ് ആണ്. പീപ്പിൾസ് ഫോഴ്സ് ആണ്, ആളുകളുടെ ഫോഴ്സ് അതിനെയാണ്. ആൻഡ് വാഗൈ ഫ്ലവർ, സെൻട്രൽ ഒരു ഫ്ലവർ ഉണ്ട്. സോ നിങ്ങൾക്ക് കാണാം, അത് വാഗൈ ഫ്ലവർ വിക്ടറിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് പോണ്ട, ഇതാണ് ഫ്ലാഗ്. സോ എനിക്ക് ഇഷ്ടപ്പെട്ടു, സംഭവം ഇഷ്ടപ്പെട്ടു. ഇനി തളപതിയുടെ സ്പീച്ച്, അതിനെപ്പറ്റി തളപതി എന്താണ് അതിൽ പറഞ്ഞത്, ഇതിനെപ്പറ്റി ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാൻ അറിയില്ല. എന്തായാലും നമുക്ക് വീഡിയോ റിയാക്ഷൻ ചെയ്യാനുണ്ട്. എങ്ങനെയാണ് സോങ് ഉള്ളതെന്ന് നോക്കാം. എന്തായാലും നമുക്ക് റിയാക്ഷൻ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. Guys, it's so much. ഗായ്സ്, സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് രോമാഞ്ചം വരുന്നത്. എനിക്കൊരു മൂവി സോങ് റിയാക്ട് ചെയ്തതല്ല, എനിക്ക് അപ്കമിങ് മൂവിയുടെ ഒരു സോങ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പാർട്ടിക്ക് വേണ്ടിയുള്ള സോങ് പോലെ ഫീൽ ചെയ്യുന്നില്ല.
സത്യം ഭയങ്കരമായിട്ട് രോമാഞ്ചം, ഒരു മൂവി കാണുമ്പോൾ ഒരു രോമാഞ്ചം വരുന്ന പോലെ തോന്നുന്നു. എന്തായാലും ബാക്കി കാണാം. ഇതെന്താ ലാസ്റ്റ് എഴുതി കാണിക്കണേന്ന് എനിക്ക് വായിക്കുന്നില്ല. ആരെങ്കിലും ഒന്ന് എനിക്ക് കമന്റിലൊന്ന് പറഞ്ഞു തരണേ ഗായ്സ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, ഞാൻ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്ത് പറഞ്ഞതുപോലെ എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് തോന്നി. എന്താണെന്ന് എനിക്കറിയില്ല, ഇൻട്രസ്റ്റഡ് അല്ലേന്ന് അപ്പം ഞാൻ ആദ്യം കുറേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല ഇതിൽ, ബിക്കോസ് തലപതി മൂവീസ് നിർത്തുന്നതിൽ താല്പര്യമുള്ള ആളല്ല ഞാനെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം എനിക്ക് എന്തോ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ട്, അല്ലെങ്കിൽ ഇതിൽ റൈറ്റ് തിങ് ചെയ്യാൻ ഒരാൾ, റൈറ്റ് ആയിട്ടൊരു പേഴ്സൺ വരണം എന്നൊരു തോന്നലുണ്ട്. സോ എനിക്കിപ്പോൾ എന്തോ ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. അതുപോലെ സോങ് കമ്പോസ് ചെയ്തിരിക്കുന്നത് തമൻ ആണ്, ആൻഡ് ലിറിക്സ് ബൈ വിവേകാണ്. അമേസിങ്. എനിക്കൊരു മൂവി ട്രാക്ക് അല്ലെങ്കിൽ മൂവി സോങ് കേൾക്കുന്ന പോലെ എന്തോ അങ്ങനെ ഒരു ഇതാണ് തോന്നുന്നത്. ആൻഡ് വിഷ്വൽ എക്സ്പീരിയൻസ് ആയാലും അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും TVK വരട്ടെ. 2026 ഇതിൻ്റെ ഇലക്ഷൻ അങ്ങനത്തെയുള്ള കഴിഞ്ഞ സാധനങ്ങളൊക്കെ വരുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് പ്രതീക്ഷ അല്ലെങ്കിൽ ആഗ്രഹം തോന്നുന്നുണ്ട് തളപതി ജയിക്കട്ടെ. ആൻഡ് ഐ എം സോ ഹാപ്പി. ഈ ഒരു അല്ലെങ്കിൽ ഒരു സോങ് കേട്ടതിന് ശേഷം ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് തോന്നുന്നുണ്ട്. ആൻഡ് ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.